ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കുറെ ബ്രോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇൻഫ്യൂസ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത് പോയി ട്രൈ ചെയ്യാം. കിടില മഴക്കോളുണ്ട്. മഴക്കോൾ എത്ര മുമ്പ് ലുലു മാൾ എത്തണമെന്നാണ് ആഗ്രഹം. കണ്ടാ നല്ല കിടില മഴക്കോള് നനയൊന്നാണ് തോന്നണത്. എന്തായാലും റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പേ എത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നോക്കാം. അപ്പൊ നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുകയാണ്. മഴ നനയുന്നത് എന്തായാലും നമ്മളിവിടെ എത്തി. അപ്പൊ നമ്മൾ മറ്റേ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കണ്ടിട്ട് തോന്നുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കപ്പോൾ അകത്ത് കയറിയിട്ട് നോക്കാം. ചില നമ്മുടെ ലക്ഷ്യം വേറെ ഒന്നുമില്ല, ഇൻഫ്യൂസ്ഡ് ചിക്കൻ. അപ്പോൾ അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയിട്ട് റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കാം. എന്നിട്ട് ബാക്കി വീഡിയോ കിടില മണം അടിക്കുന്നുണ്ട്. ബാക്കി കയറിയിട്ട് ബാക്കി പല കേസ്. അപ്പോൾ നമ്മൾ എന്തോ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ലുലു മാളിൽ വന്നത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാനായിട്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ റിയാലിറ്റി അറിഞ്ഞത്. സംഭവം 130 രൂപ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് കണ്ടിട്ടാണ് നമ്മൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ട്രൈ ചെയ്യാൻ തന്നെ ലുലു മാളിൽ വന്നത്. ഇതിപ്പോ മൊത്തത്തിൽ വേസ്റ്റ് ആയിപ്പോയി. കാരണം 2 പീസ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ തന്നെ അവർ ചാർജ് ചെയ്തത് 200 സംതിങ് രൂപയാണ്. 4 പീസിലാണെങ്കിൽ 400 ചില്ലറ, 8 പീസിന് 800 സംതിങ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കാന്ന് നേരത്ത് നമുക്ക് ഇത് എന്തുകൊണ്ടും നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിനി ഇത് ട്രൈ ചെയ്തിട്ട് വരാം. കാരണം നമ്മളൊരു ബ്ലോഗ് കണ്ടതിന്റെ എപ്പത്തിൽ മാത്രം വന്നത്. ഇപ്പൊ എന്ത് പറയാൻ, എന്തൊക്കെ മേളമായിരുന്നു. അതുപോലെ ആയിപ്പോയി. എന്തായാലും നമുക്ക് സാധനം കിട്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ മാറ്റി നമുക്കൊരു കമ്പാരിസൺ വീഡിയോ നടത്താം. എന്തായാലും ഇത് പെട്ടു. എന്തായാലും നമ്മൾ 2 പീസ് നമ്മൾ ടേക്ക് അവേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഹൈപ്പറിൽ പോയിട്ട് ഫ്രൈഡ് ചിക്കനോട് വാങ്ങിച്ചിട്ട് നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് നോക്കാം. അപ്പൊ അതൊരു മീറ്റ് ചെയ്യാം. നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. വലിയ ബോക്സിലേക്കാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ എടുത്തു കഴിയുമ്പോൾ ഇവരെ നമുക്ക് തരുന്നത് നമ്മൾ ഫോം വിളിക്കും. ഓർഡർ റെഡിയാകുമ്പോൾ നമ്മൾ ഫോം വിളിക്കുമ്പോൾ വന്ന് നമ്മൾ ടേക്ക് അവേ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഇതിന്റെ ടേസ്റ്റ് വേസ് എന്താണ് എന്നൊരു പിടിയില്ല. ഇവിടെ പോയി നോക്കിയിട്ട് ബാക്കി വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഇപ്പോൾ നമുക്കിത് റേറ്റ് വൈസ് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഓക്കെയാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സ്പൈസി സിംഗർ ആണ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിന് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ബില്ലടിച്ചിട്ട് മുകളിൽ പോയി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ലുലു മാൾ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇരിക്കാനുള്ള സീറ്റാണ്. നമ്മുടെ പർച്ചേസിംഗ് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പറിൽ ഇത്രയും സാധനം വാങ്ങിച്ചു. ഇത് നമ്മുടെ ഇൻഫ്യൂസ്ഡ് ചിക്കനാണ് 2 പീസ്. അപ്പൊ ഇത്രയും സാധനത്തിന് ഇത് ഹൈപ്പറിൽ നമ്മൾ വാങ്ങിച്ചത് ഒരു കൊക്കക്കോള, ഒരു ഡിപ്പ്, 250 ഗ്രാം വരുന്ന നമ്മുടെ 5 പീസ് ചില്ലർ. അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരിക്കുന്നത് 200 രൂപയും. ഈ 2 പീസ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത് 251 രൂപയാണ്. GST എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ നമ്മൾ വന്നത് ഒരു 130 രൂപയ്ക്ക് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇത്രയും ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അവിടുത്തെ ചെന്നപ്പോഴാണ് അവിടുത്തെ കറക്റ്റുള്ള റിയാലിറ്റി നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്താണ് എങ്ങനെയെന്നുള്ള നോക്കാം. നമുക്ക് ബോക്സ് കൊടുത്തു. നമ്മുടെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ പൊട്ടിച്ചപ്പോൾ കണ്ടത് ഒരു വലിയ പീസും പിന്നെ ഒരു ഡ്രം സ്റ്റിക്കും ആണ്. പിന്നെ 2 സോസും ഇൻസൈഡ് ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് 251 രൂപയ്ക്ക് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ഇതേപോലെ 130 രൂപ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ റേറ്റ് നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മൾ ഹൈപ്പറിൽ നിന്ന് വാങ്ങിച്ച റോസ്റ്റഡ് ചിക്കൻ ഒന്ന് പൊട്ടിച്ചു നോക്കാം. നമ്മള് ഹൈപ്പറിൽ നിന്ന് വാങ്ങിച്ച സ്പൈസി സിംഗർ ചിക്കനാണ്. അപ്പൊ ഇത് ഒരു 5 or 6 പീസ് എന്തോ ഉണ്ട്. അപ്പൊ ഇതിന് ഇവർ ചാർജ് ചെയ്യിക്കുന്നത് 150 രൂപയാണ്. അപ്പൊ ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഡിപ്പ് 100 ഗ്രാം നമ്മൾ എടുത്തതിന് നമുക്കായിരിക്കുന്നത് 26 രൂപ 25 പൈസയാണ്. പിന്നെ കൊക്കക്കോള ഇന്ന് ഇവിടെ എന്തോ ഓഫറുണ്ട്. 22 രൂപ 50 പൈസയാണ് നമുക്ക് കൊക്കക്കോള ആയിട്ടുള്ളത്. അപ്പൊ ആകെ ആയിട്ടുള്ള ടോട്ടൽ ബില്ല് എന്ന് പറയുന്നത് 201 രൂപ 75 പൈസയാണ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലായിട്ടുള്ളത്. പക്ഷെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ വളരെ നഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഗൈസ്, ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആണ്. കാരണം നമ്മൾ പ്രതീക്ഷേൻ്റെ അത്ര ഒരു പോലുമില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ അകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ചെറിയ എന്തോ മസാല എന്തോണ് ആഡ് ചെയ്യുന്നത്, എന്താണ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന ഫില്ലിംഗ് വരുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.
ഭയങ്കര ഭീകര മസാലയായിട്ടൊന്നും ഇല്ല. ഫ്രൈഡ് ചിക്കൻ എനിക്ക് അത്രയും തോന്നിയിട്ടുണ്ട്. കുറച്ച് സ്പൈസിനെസ് കൂടെ കുറച്ച് കൂടുതലാണ്, ക്രിപ്സിയും കാര്യങ്ങളും. അതായത് പ്രത്യേകിച്ച് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ടേസ്റ്റ് ഒരേപോലെ ഇരിക്കത്തില്ല. എനിക്ക് എന്തോട്ടും വ്യക്തമായിട്ട് തോന്നിയത് നമ്മളെ സ്പൈസി ചിക്കൻ നമ്മൾ ഹൈപ്പറിന്ന് വാങ്ങിച്ചത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടും വെറുത്തായിട്ട് എനിക്ക് ലുലുവിൽ വന്നിട്ട് ഇത് തന്നെയാണ് അവരുടെ സ്പൈസി ചിക്കൻ അങ്ങനത്തെ റോസ്റ്റഡ് തന്നെയാണ് നമുക്ക് എന്തുകൊണ്ട് വെറുത്തായിട്ട് വന്നത്. സ്പൈസി ചിക്കൻ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാം. വലിയ ഇതൊന്നുമില്ല, ക്രിസ്മസിൽ കുറച്ച് സ്പൈസി കൊണ്ട് കുറച്ച് മസാല ആർഡറാണ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടായാലും നമുക്കെല്ലാം ഇതെല്ലാം 3G ആയി, എന്നാലും കുഴപ്പമില്ല, വന്ന സ്ഥിതിക്ക് തിന്നു നോക്കാം. അപ്പൊ ഫൈനലി നമ്മുടെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ മൊത്തത്തിൽ 3G ആയിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓറിയോ സൺഡേയും കൂടെ കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ലൈഫ് സ്റ്റേ ട്യൂൺ.